ഈ എല്ലാവരും ആർട്ടിഫിക്കൽ പോയി കാണാതിരിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. കാരണം ഒരു ലാഗ് കൂടി ഫുൾ ടൈം എൻഗേജിങ് ഇങ്ങനെ നന്നായിട്ട് അഭിനയിച്ചത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഇങ്ങനത്തെ സിനിമകൾ കുറവാണ്. ക്ലാസിക് മൂവിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ആരും കാണാതിരിക്കുന്നു. മനസ്സിലായില്ല, ഒരുപാട് ക്രിക്കറ്റ് പോയത് എല്ലാവരും പേര് ആട് മൂവിയാണ്. എനിക്ക് പറയാം സോമന്റെ പ്രധാന ശേഷം നടത്താൻ ഇഷ്ടമാണ് ആട്ടം ഒപ്പം കിട്ടിയാണ് ഇന്റർനാഷണൽ ഫിലിം കണ്ടിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഞാൻ കണ്ടില്ല. അല്ല ഇതില് ന്യൂസിലേക്ക് കണ്ടു, റെസ്പോൺസ് കേട്ടു. അത് കണ്ടപ്പോൾ ഒരു സിനിമ ഇഷ്ടമായിട്ടുണ്ട്. ഇതില് അടുത്തൊരു മമ്മൂട്ടിയാണ് താങ്കൾ മമ്മൂട്ടിയെ വ്യക്തിത്വം ചെയ്യുന്നു. ആരും ആർട്ടിഫിക്കൽ വന്ന് കാണാതിരിക്കുന്നു. എല്ലാവരും ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സിനിമ ചെയ്തപ്പോഴേ ഇതൊരു ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമ ആണെന്നുള്ള തരത്തിൽ ഇതിന്റെ മെറിറ്റ് കൊണ്ടിട്ടാണ് സിനിമ അവാർഡിന് പരിഗണിക്കുന്നത്. ഈ സിനിമ ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമ. ഒരു ലാഗും ഇല്ല. ഇതിന്റെ പിറകിൽ പറയുന്ന പോലെ വലിയ പ്രൊഡ്യൂസർ ഉണ്ട്, അല്ലെങ്കിൽ പറയുന്നത് ഇത് ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ ഒരു ക്ലാസിക് മൂവിയാണ്. അതിയായ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബുക്ക്മൈഷോളൊരു നിറച്ച ഹൗസ്ഫുൾ ഷോസ് ഓൾറെഡി ആയി. അപ്പോൾ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. എല്ലാവരും പെർഫോം ചെയ്യുന്നത് വിട്ടുകയറുന്നു എല്ലാം കൊണ്ട് നമ്മൾ പോയി. ഇത് കുഴപ്പം തെറ്റിദ്ധാരണ ഇനി തെറ്റിദ്ധാരണ ഇല്ല. ആറാട്ടം പടം കാണാൻ കാണണം. തീർച്ചയായിട്ടും കാര്യം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവണം. ഇപ്പൊ എനിക്ക് ആറാട്ടം നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ സിനിമയോട് സംസാരിക്കുന്നത് ഇതുപോലെ ഈ സിനിമ കണ്ട ഓരോ ആളുകളെ റെസ്പോണ്ട് ചെയ്തു. അവർ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം. ഉദാഹരണയോട് ആൾക്കാർ കാണണം. കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞു നന്നായി പെർഫോം ചെയ്തു. ഇവിടെ വരുമ്പോൾ ആ തിരക്ക് 100% തിരക്കുണ്ടായിരുന്നു. തിരക്കുന്നത് ഇപ്പൊ തന്നെ ഈ ബുക്ക് മൈ ഷോ